ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല്ല് മാത്രം കാണാം, അതെങ്കിലും കാണാം. ഇവിടെ പോയി പെരുവയിലൊക്കെ അങ്ങനെയൊന്നും ഇല്ല. ഹായ് ഹലോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊട്ടിയത്തുള്ള പത്മ ജ്വല്ലറിലാണ്. അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം ശില്പയ്ക്ക് ഇവിടുന്ന് ഒരു ഡയമണ്ട് മൂക്കുത്തി ഇട്ട്, ഇതാണ് ആ മൂക്കുത്തി. അപ്പോൾ അത് മാറ്റി ഒരു ഗോൾഡിൻ്റെ എടുക്കാനായിട്ട് വന്നത്. ചുമ്മാ വെള്ളത്തിനകത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് ചുമ്മാ ഒന്ന് ബ്രഷ് ചെയ്താൽ ആ വെള്ളം വെട്ടാതെയാണ് കേട്. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡയമണ്ടിൻ്റെ ഒരു മൂക്കുത്തി ഞാൻ ഇവിടുന്ന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ കല്ലിന് ഒരു തിളക്കക്കുറവ് നമ്മൾ കിട്ടതൊന്നുമില്ല, ഒരാഴ്ചയും കണ്ട് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ തിളക്കമൊന്നും കാണുന്നില്ല, അത് ഡയമണ്ട് ആന്ന് പോലും തോന്നുന്നില്ല. അതുകൊണ്ട് അത് കൊടുത്തിട്ട് സ്വർണത്തിൻ്റെ ഒരു മൂക്കുത്തി എടുക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെയാണ് നമുക്ക് ആ മണ്ടത്തരം മനസ്സിലായത്. അങ്ങനെയാണ് അവിടുത്തെ മാമൻ പറഞ്ഞത് കഴുകി എടുക്കണമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ അസത്യം മനസ്സിലാക്കിയത്. നമ്മൾ കടയിൽ നിൽക്കുക, ഒരു കുഞ്ഞു കുട്ടിക്ക് മൂക്ക് കുത്തണമെന്നും പറഞ്ഞു വന്നു. ഈ പ്രായത്തിലൊക്കെ മൂക്ക് കുത്തുന്നത് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടിയൊക്കെ എടുത്ത ശേഷം എന്താ പൊന്നു എസിൻ്റെ ഒരു ലോക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവൾ വെള്ളിയുടെ കുറേ മോതിരപ്രാന്തിയാണ്, അതുകൊണ്ട് മോതിരങ്ങളെല്ലാം എന്താ ചുറ്റി നടന്ന് നോക്കുന്നുണ്ട്. നല്ല വെള്ളിയുടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല. അവൾ ഏതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. 400 സംതിങ് ഒക്കെ ഉള്ളൂ കേട്ടോ. ഈ ഒരു മോതിരത്തിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ എടുത്തില്ല, അവിടെ വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കറക്കവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോരാട്ട് നിൽക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.